പിന്നെ സാർ ഔട്ട്സൈഡിൽ നിന്ന് ആർക്കും ഏതാണ് ഔട്ട്സൈഡിൽ നിന്ന് ആർക്കും കയറാൻ പറ്റില്ല, അത് കൊടുത്തിട്ടില്ല ആർക്കും, നമ്മൾ തന്നെ ക്ലാസ്സിലുള്ളൂ. ആ വേറെ ആരും വന്നിട്ടില്ല, വേറെ കമ്മിറ്റികളൊക്കെ ഇട്ടിരുന്നു. ആ ശരി ശരി, ഓക്കെ. വന്നോട്ടെ. ഇത് സ്ലൈഡ് കാണാലോ അല്ലേ? കാണാം. നമുക്ക് തുടങ്ങാം സാർ. തുടങ്ങാം. സ്ലൈഡ് കാണാൻ വായിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ? തുടങ്ങിക്കോളൂ. നീ വരുന്നവര് വന്നോട്ടെ, സാർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രാജാറാം സാർ കേൾക്കുന്നില്ല തോന്നുന്നു. രാജാറാം സാർ ഓഫാക്കി പോയ പോലെ ഉണ്ടല്ലോ, പോസ് ആണല്ലോ. റെക്കോർഡാണോ എന്താ ഒരു പിടിക്കണ്ടല്ലേ? എന്താണെന്നറിയില്ല, എന്തോ ടെക്നിക്കൽ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ സാറേ അത് ഫുൾ സ്ക്രീൻ ആക്കോ? അതല്ല, സ്ലൈഡ് സ്ലോ മറ്റേ ഫുൾ സ്ക്രീനിലാക്കിയ പോരെ? PPT അല്ലേ? അതെ. മറ്റേ അതിൽ പോയിട്ട് PPT അതിൽ സ്ലൈഡ് സ്ലോയിൽ പോയാൽ മതി. സ്ലൈഡ് സ്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നുപോയതൊക്കെ. ഇത് ഏതാ വേർഷൻ? വേർഷൻ ഇത് 2010 2010 ഇങ്ങനത്തെ അല്ല. സ്ലൈഡ് ഷോയില് മറ്റേ ഇത് എടുത്താൽ മതി. ആദ്യം കാണില്ലേ? അതന്നെ. ഇപ്പോഴോ? സാർ റീജോയിൻ ചെയ്തോ?
ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പോ മാസ്റ്റർ മൈൻഡേയും റാം സൈക്കിൾ അക്കാഡമിയും ചേർന്ന് നടത്തുന്ന ക്ലാസ് ഇതിന്റെ ഈ മാസ്റ്റർ മൈൻഡ് എയുടെ വിഷനും മിഷനുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫസ്റ്റ് കമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. ആ ഡെവലപ്പ് ചെയ്ത കമ്മ്യൂണിറ്റി വഴി ഒരു 1 crore ആൾക്കാരിലേക്ക് നമ്മുടെ ഈ എയുടെ സാധ്യത എത്തിക്കുക എന്നുള്ളതാണ് മിഷൻ. മിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എ ടൂൾസും വെബ്സൈറ്റിനെയും കുറിച്ച്. അതിന്റെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ രാജാദാസ് സാറാണ്. മാസ്റ്റർ മൈൻഡ് എ കണക്ട് ചെയ്ത് ഇത് ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ തന്നെയാണ്, വിനോദ് കുമാറാണ്. നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞേക്കാൻ നമ്മളൊരു 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്ന സംഭവം നമ്മളൊരു 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ കഴിയുമ്പോൾ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആണ്. അതേപോലെ എയെ കുറിച്ചും അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് എയെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിന്റെ ചാലഞ്ചസ്, പിന്നെ എയുടെ ഇപ്പോഴത്തെ റീസെന്റ് ഡെവലപ്മെന്റിനെ കുറിച്ചും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നു. ആദ്യം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ 19-ാം നൂറ്റാണ്ടിലാണ് കമ്പ്യൂട്ടറിന്റെ തുടക്കം. കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ് നമുക്കറിയാം. അതിനുശേഷം നമുക്കിവിടെ 90-കളിലാണ് നമുക്കിവിടെ കമ്പ്യൂട്ടറുകൾ വ്യാപകമാകുന്നത് ഇന്ത്യയിൽ. അതിനുശേഷമാണ് നമുക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വരുന്നത്, ഗൂഗിൾ വരുന്നതൊക്കെ. ഏകദേശം അതേ സമയം തന്നെ നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും റിസർച്ച് നടന്നിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഇടയിൽ ഏതാണ്ട് ഒരു 2020 കാലഘട്ടത്തിൽ ChatGPT എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമാണ്. അത് വന്നതിന് ശേഷമാണ് നമുക്ക് എന്താ പറയാ ഈ എഐയുടെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നു. ChatGPT മാത്രമല്ല, ഒരുപാട് മറ്റ് ടൂളുകൾ വന്നു. ചിത്രങ്ങൾ വരയ്ക്കാനും അതേപോലെ തന്നെ വീഡിയോ ചെയ്യാനും ഒക്കെയായിട്ടുള്ള ഒരുപാട് ടൂളുകൾ വന്നിട്ടുണ്ട്. അതുവഴി ഒരുപാട് പേര് ഈ എഐ എന്ന് പറയുന്നതിനെ മുറുകെ പിടിച്ചപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റികൾ രൂപീകൃതമായിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒപ്പം നിന്നില്ല എങ്കിലും വരുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് മുമ്പ് കമ്പ്യൂട്ടറിന്റെ പോലെ തന്നെ എഐ ആണ് അടുത്ത കാലഘട്ടത്തിലെ താരം എന്ന് പറയുന്നത്. അപ്പൊ എഐ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബി സാധ്യത, അതായത് നമുക്ക് ജോലി സാധ്യത ഉള്ളതെന്നുള്ളതാണ്. നമുക്ക് കണ്ടന്റ് റൈറ്റേഴ്സ്, അതുപോലെ തന്നെ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ ഇത് നൽകുന്നുണ്ട്. നമ്മൾ ഈ കണ്ടന്റ് റൈറ്റ് ചെയ്യാനാണെങ്കിലും, നമ്മൾ പിക്ചർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും, വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു കമാൻഡ് കൊടുക്കണം. നമ്മൾ കമ്പ്യൂട്ടറിൽ കമാൻഡ് എന്ന് പറയും. എഐയിൽ നമ്മളിത് പറയുന്നത് പ്രോംപ്റ്റ് എന്നാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പഠന ശാഖ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കൊരു 7 ലക്ഷം മുതൽ ഒരു 15 ലക്ഷം രൂപ വരെയൊക്കെ നിസ്സാരമായിട്ട് മാസം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അതിൽ കൂടുതൽ സമ്പാദിക്കുന്നവരുമുണ്ട് എഐ ഉപയോഗിച്ച്. പിന്നെ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ 2020 ChatGPT വന്നു. അത് 3.5 ആയിരുന്നു. അതുപോലെ ശേഷം 4, 4.0, മിനി എന്നൊക്കെ പറയുന്ന പല വേർഷൻസ് വന്നു. അതുകൂടാണ്ട് ഒരു ലക്ഷക്കണക്കിന് ടൂളുകളുണ്ട്. അപ്പോൾ ഇപ്പൊ ChatGPTയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ChatGPTയിൽ പരസ്യം വരുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മള് യൂട്യൂബിൽ പരസ്യം വരുന്ന പോലെ തന്നെ ഇനി ChatGPT ഫ്രീ വേർഷൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പരസ്യം കാണണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം. അതേപോലെ തന്നെ സോറ എന്ന് പറയുന്ന ഓപ്പൺ എഐ എന്ന് പറയുന്ന സ്ഥാപനമാണ് ChatGPT രൂപീകരിച്ചത്. അവരുടെ തന്നെ ഒരു വീഡിയോ മേക്കിംഗ് ടൂളാണ് സോറ. അതെന്ന് പറയുന്നത് നമ്മൾ
വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫിലിം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ക്യാമറാമാന്റെയും അതുപോലുള്ള സാങ്കേതിക വിദഗ്ധരുടെയൊക്കെ ആവശ്യമില്ലാതെ വരും എന്നുള്ളതാണ്. ബോളിവുഡിലൊക്കെ ഓൾറെഡി ഉണ്ട്. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഇന്ത്യയിലും ഒക്കെ ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. യൂട്യൂബ് ഷോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ജയൻ പുനരവതരിച്ചതൊക്കെ കണ്ടോന്ന് അറിയില്ല. AI ഉപയോഗിച്ച് ജയനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പടത്തില് മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടു കാണും. എനിക്കറിയില്ല ആരൊക്കെ കണ്ടു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ വരികയാണ്. അവരൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പക്ഷെ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അവര് എല്ലാവരും ചേർന്ന് അഭിനയിച്ചിരിക്കുന്നു. അത് വേറൊരു സിനിമയുടെ ക്ലിപ്പില് ഇവരെ ഉൾപ്പെടുത്തി അത് മോഡിഫൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക വിദ്യ വരും. അതേപോലെ തന്നെ അവിടെ ചാലഞ്ചസ് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് പലരും ജോലി കിട്ടുമെന്നുള്ളതിനൊപ്പം ജോലി പോകാൻ സാധ്യതയുണ്ട്. ജോലി പോവുക എന്ന് പറയുന്നത് AI അറിയില്ല എങ്കിൽ കോമളവല്ലി മാമിന് കയറാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഒന്ന് പറയണം, സൂമിന്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറാൻ പറയുക. ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്ന മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാം. അപ്പൊ ചാലഞ്ചസിലും മറ്റൊരു ഇതാണ് ഇപ്പം ഹഗ്ഗിങ് ഫേസ് എന്നൊക്കെ പറയുന്ന ചില ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് മോർഫിംഗ് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് പോലെ മറ്റു പലരുടെയും ഫേസ് ഉപയോഗിച്ച് ഒരുപാട് തട്ടിപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഉപയോഗിച്ച് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ട് പണം ആവശ്യപ്പെടുന്ന കേസുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു ചലഞ്ചസ് ആണ്. പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹഗ്ഗിങ് ഫേസ് പോലുള്ളതൊക്കെ ഉപയോഗിക്കാം. അതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അല്പം സ്പീഡുണ്ട്, കാരണം ഇന്ന് പ്രാക്ടിക്കൽ സെഷനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും ടോപ്പിക്കുകളാണ്. ChatGPT നമ്മൾ 5AM ക്ലബിൽ ഓൾറെഡി കുറച്ച് പേരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ബിങ്, ഇമെയിലിന്റെ AI ഇന്റഗ്രേഷൻ, QR കോഡ്, അതുപോലെ തന്നെ ഇൻവീഡിയോ, പിന്നെ വെബ്സൈറ്റ് എക്സ്റ്റൻഷൻ അത് ഞാൻ കാണിച്ചു തരാം എന്താണ്. അതുപോലെ ഞാൻ ചില വീഡിയോ ചെയ്തതിനകത്തുണ്ടായിരുന്നു നൈംലിക്സ്, അതുപോലെ ഗാമ AI, റിമൂവ് PG, പിന്നെ ChatGPT പോലുള്ള ഇത് ഉപയോഗിച്ച് നമുക്ക് സൈഡ് ഇൻകം, അതായത് സൈഡ് ഹസൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. സൈറ്റിൽ കയറി നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ChatGPT ഓപ്പൺ ചെയ്യുന്നതാണ് ChatGPT കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്ക് മെസ്സേജ് കൊടുക്കാം. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ മെസ്സേജ് കൊടുക്കാം. ഏതെങ്കിലും ഒരു കണ്ടന്റ്, ഇപ്പോൾ AI കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിനൊപ്പം ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതുകൂടെ മനസ്സിലാക്കി പോയാൽ എളുപ്പമാകും. വാട്ട് ഈസ്
നമ്മളത് ഗൂഗിളിലാണ് ആദ്യം സെർച്ച്. നമുക്ക് നമ്മളുടെ കൺകണ്ട ദൈവമാണ് ഗൂഗിൾ. നമ്മളിപ്പോ എല്ലാവരും ഗൂഗിൾ ചെയ്യാത്തവരാരുമില്ല. ലക്ഷക്കണക്കിന്, അതായത് ഇവിടെ കാണാൻ കഴിയും എത്ര സെർച്ചിൽ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്നുള്ളത്. അത് പേജ് ഇപ്പൊ 10 പേജ്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക്, ഇതാണ് ഗൂഗിളിന്റെ കാര്യം. നമുക്ക് അതിനകത്തുനിന്ന് വേണ്ടത് നമ്മൾ നോക്കിയെടുക്കേണ്ടി വരും. അതേസമയം ചാറ്റ് ജിപിടിയിലാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ കാണാൻ കഴിയും അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ. കാണാം കാണാം കാണാം. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചാറ്റ് ജിപിടി എന്ന് പറയുമ്പോൾ നമുക്ക് കൺസൈസ് ചെയ്ത് നമുക്ക് ആ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. ഗൂഗിളിലാകുമ്പോൾ അത് നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണ്ട കണ്ടന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് 100% ആക്യുറസി ഇല്ല, നമ്മൾ വായിച്ചു നോക്കിയിട്ട് വേണം. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോ എന്താ പറയാ, മുഗൾ എറ, അതായത് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് മുഗൾ എറയെന്ന് കൊടുത്താൽ മതി. വന്നില്ലേ? വേറെല്ലാം കാണിക്കുന്നു. ഇത് കൊടുത്തു ഹിസ്റ്ററി ഓഫ് ഏഷ്യ. ഇതുവരെ എറർ കാണിക്കുന്നുണ്ടല്ലോ, കണ്ടന്റ് വരുന്നില്ല. ലോഗിൻ ചെയ്യാത്തോണ്ടായിരിക്കാം, ഇല്ല. അത് സെൻസിറ്റീവ് കേസാണ്, അല്ലെങ്കിൽ ചില കേസൊന്നും അവർ സ്വീകരിക്കത്തില്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് എംപറർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോർജ് മൂന്നാമിനെ കുറിച്ചും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഞാൻ ജസ്റ്റ് 2 വേർഡാ കൊടുത്തത്. നമുക്ക് വേണ്ടത് എക്സാക്ട് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ടുള്ളത്. ഇനിയിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പിക്ചർ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു പ്രസന്റേഷൻ തയ്യാറാക്കണമെങ്കിൽ പ്രസന്റേഷൻ തയ്യാറാക്കാൻ ഉപയോഗിക്കാം. ക്രിയേറ്റ് എ പ്രസന്റേഷൻ regarding artificial intelligence.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ വരുന്നുണ്ട്. ഫ്രീ വേർഷൻ ആയതുകൊണ്ടുള്ള ഒരു അതിനുവേണ്ടിയുള്ള സോഴ്സും തയ്യാറാക്കേണ്ട ഒരു AI ടൂൾ ഉണ്ട്, പ്രസന്റേഷൻ AI. ഞാൻ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രസന്റേഷൻ AI. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയി നമ്മൾ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രസന്റേഷൻ ടൂളായിട്ടുള്ള നമ്മുടെ ഇതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു പ്രസന്റേഷൻ മോഡലിൽ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ChatGPT-യുടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാകുന്നതായിരിക്കും, നമുക്ക് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മറ്റൊരു ടൂള് ഈ പ്രസന്റേഷൻ തന്നെ നമ്മളിപ്പോ എന്താ പറഞ്ഞ AI കുറിച്ച് പ്രസന്റേഷൻ നമ്മൾ ChatGPT ചോദിച്ചപ്പോൾ ChatGPT തന്നു, നമ്മളത് കോപ്പി എടുത്തുപോയിട്ട് നമ്മൾ പ്രസന്റേഷൻ ടൂളിൽ പേസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഡയറക്റ്റ് കിട്ടാനായിട്ട് നമ്മളൊരു ടൂൾ ഉപയോഗിക്കാം, ഗാമ AI. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കമന്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് പ്രോംപ്റ്റ് എന്നാ പറയുക, വാക്ക് ശ്രദ്ധിക്കണം, പ്രോംപ്റ്റ് കേട്ടോ. അപ്പോ ക്രിയേറ്റ് സെയിം ഇത് തന്നെ കൊടുക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. റിഗാർഡിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വിഷയമില്ല കേട്ടോ. എട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനിത് പലവട്ടം ഉപയോഗിച്ചു എനിക്ക് ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ട കാർഡ് കാണാമല്ലോ, ഇൻട്രൊഡക്ഷൻ, ഡിഫൈനിങ് ഹിസ്റ്ററി, ടെക്നിക്സ്, മെഷീൻ ലേണിംഗ്, എത്തിക്കൽ കൺസിഡറേഷൻ, ബാക്ട്, അങ്ങനെ 8 ഇത് നമുക്ക് ചെയ്യാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ക്യാഷ് മുടക്കും. ഉണ്ടോ? ഇതിപ്പം ഞാൻ ഫ്രീ വേർഷൻ്റെ കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്ഗ്രേഡ് ചെയ്താലേ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രസന്റേഷനായിട്ട് തന്നെ കിട്ടും, അല്ലാതെ നമ്മൾ വേറെ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട്. ഇനി മൈക്രോസോഫ്റ്റ് ബിങ് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ബിങ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ കൂടെയാണ്. അത് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഇമേജുകളാണ്. നമുക്ക് ഇംഗ്ലീഷിലും കൊടുക്കാം, അതുപോലെ മലയാളത്തിലും കൊടുക്കാം. മലയാളത്തിൽ കൊടുക്കാനാണെങ്കിൽ കഥകളി എന്ന് ഒരൊറ്റ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഉണ്ടാവും. കാണുന്നുണ്ടല്ലോ അല്ലെ? കഥകളി എന്ന് ഒരൊറ്റ പദവേ കൊടുത്തിട്ടുള്ളൂ. കഥകളിയായിട്ട് ബന്ധപ്പെട്ട് 3-4 പിക്ചർ ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്കിത് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതാണ് മൈക്രോസോഫ്റ്റ് ബിങ്. ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്താലും നമുക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം.
വേറെ എന്തിനെങ്കിലും ഒരു പിക്ചറിന്റെ ഒന്ന് പറഞ്ഞോളൂ ആരെങ്കിലും. ആരും മിണ്ടുന്നില്ല. വേറെ എന്തെങ്കിലും ഒരു പിക്ചർ. അബാക്കസ്. ബാക്കസ്. ബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും നമുക്കറിയില്ല, നോക്കാം. തരം ബാക്കസ് നമ്മുടെ മെഷീന് മനസ്സിലാവണം. അങ്ങനെ ഒരു കേസ് ഉണ്ട്, നോക്കാം. ഇതില് 2021 മുൻപുള്ളത് മാത്രമാണ് സാധാരണ ഈ മനസ്സിലായി. അതൊക്കെ അപ്ഡേറ്റഡ് ആയി. കാരണം ബിങ് സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ. പക്ഷെ മറ്റ് ചില ടൂളുകളിലൊന്നും ബാക്കസ് എന്നുള്ള ഒറ്റ വേർഡ് മാത്രമേ കൊടുക്കുള്ളൂ. ഇതുപോലെ നമുക്ക് എത്ര പിക്ചർ എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് 15 പിക്ചർ വരെ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് ഓൺലൈനിലോ ഓഫ്ലൈനിലോ സെല് ചെയ്യാം. ഇതുപോലെ ഒട്ടനവധി ടൂളുകളുണ്ട്. ഓക്കെ, 15 ഉണ്ടായിരുന്നു, ഇപ്പൊ 13 ഇവിടെ കാണാമോ? 13 ഈ 13 പിക്ചറൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും. പിന്നെ ഒന്ന് ഇമെയിലിന്റെ ഇന്റഗ്രേഷൻ. പറയൂ. അബാക്കാസിലെ ഈ മുഖാന്തരം എങ്ങനെ ഒരു ലീഡ് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. അബാക്കാസ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ എന്തെങ്കിലും എളുപ്പ വഴിയില്ല വഴി? അത് സുലൈം മാം തന്നെ പറയേണ്ടി വരും. AI അബാക്കസിന്റെ ഞാൻ നോക്കിയിട്ടില്ല. എന്താണ് മറ്റേ എന്താ പറയാ, വേറൊരു മാത്സ് ഉണ്ടല്ലോ മാം, മുസ്ലിം മാം, വേദഗണിതം. എന്ത് വേദഗണിതം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. വേദഗണിതം എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് അബാക്കസിന്റെ ഒക്കെ ഏകദേശം അത് തന്നെ വരും. കാരണം മാത്സ് ഒക്കെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ചെയ്യുന്നതാണ് വേദഗണിതം എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല? ഇല്ല, കേട്ടിട്ടില്ല. ഒന്ന് സെർച്ച് ചെയ്തോണേ. അപ്പൊ സാറ് പറഞ്ഞത് നല്ലൊരു ചോദ്യം. അതായത് നമുക്ക് അബാക്കസ് അതായത് AI ഉപയോഗിച്ച് അത് പഠിക്കാൻ പറ്റുന്നുള്ളത്, അത് നല്ലൊരു ചോദ്യമാണ്. നമുക്ക് നോക്കേണ്ടി വരും. നമ്മൾ പഠിക്കുന്നത് നമ്മൾ തന്നെ പഠിക്കണ്ടേ? ഇപ്പൊ വീട് ക്ലീൻ ആക്കാൻ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാല് വീട് ക്ലീൻ ആക്കാൻ നമ്മൾ ക്ലീൻ ആക്കണ്ടേ? റോബോട്ട് അല്ല, പക്ഷെ അത് AI ഉപയോഗിച്ചിട്ട് റോബോട്ടിക്സ് പോലത്തെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാലോ. നമ്മൾക്ക് പറ്റുന്ന ഇത് അബാക്കസ് കൊണ്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ കുട്ടികളെ സ്കിൽ ഡെവലപ്പ്, അതായത് ബ്രെയിൻ സ്പീഡ് കൂട്ടാന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കുട്ടികൾ ചെയ്യണം. പറയാൻ പറ്റില്ല, വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇനിയുള്ള സാധ്യത, ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ വീട് ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ, അലക്സയോട് പറഞ്ഞു കഴിഞ്ഞാൽ TV ഓൺ ചെയ്തു തരും, വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തു തരും, എല്ലാം ചെയ്തിട്ടില്ലേ അലക്സ? അത് ഒരു തരത്തിൽ മെഷീൻ ലേണിംഗ് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതൊക്കെ നമുക്കിപ്പോ ബാഹ്യമായിട്ട്, അതായത് നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മളിപ്പോ വീടിൻ്റെതായിക്കോട്ടെ, ഇപ്പൊ അലക്സ ലൈറ്റ് ഓൺ അലക്സ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ബൾബ് പ്രകാശിക്കും. അപ്പൊ പക്ഷെ നമ്മൾ ഉള്ളിൽ കഴിവുണ്ടാകണമെങ്കിൽ ഇപ്പൊ അബാക്കസ് ഞാൻ പറഞ്ഞില്ലേ, അതിനോട് നമ്മൾ ചെയ്യുമ്പോ കുട്ടികൾ നമ്മൾക്കാണ് ആ മാറ്റം ഉണ്ടാവുക. അപ്പൊ അത് എത്രത്തോളം സാധാരണ എഡ്യൂക്കേഷൻ ആണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇപ്പോ ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പൊ ChatGPT അല്ലെങ്കിൽ അതിന് പറ്റുന്ന ടൂളുകൾ നമുക്കിപ്പോ സ്കൂൾ തലത്തിൽ ഇപ്പൊ AI ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതായത് ഞാൻ വിർബോ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ MPDC പഠിക്കുന്ന സമയത്ത്. ആണ്. അതേപോലെ തന്നെ എന്താ പറയാ, അതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ചിന്താശേഷിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അതൊരു ഡ്രോബാക്ക് ആണ്. കാരണം ചിന്താശേഷി കുറയും. ഇപ്പൊ ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ പാട്ട്, സംഗീതം, അതായത് ലിറിക്സ് എഴുതി പിന്നെ സംഗീതം നടത്തുന്ന ടൂളുകളുണ്ട്. അതായത് ഗാനരചനയും സംഗീത സംവിധാനം ചെയ്യുന്ന ടൂളുകൾ വന്നു തുടങ്ങി. സുനോ AI എന്ന് പറഞ്ഞ ടൂളില്
അങ്ങനെ ചെയ്യാമോ? ഇനി ചിലപ്പോ എന്ന് ഇത് നമുക്ക് റോബോട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. രാജാറാം സാറ് ചോദിച്ച പോലെ അബാക്കസിന്റെ ഇപ്പൊ റോബോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും വെച്ചിട്ട്. നോക്കാം നമുക്ക്. അത് എന്തൊക്കെ വരും എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആയിട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞു വന്നത്. ഗാമ അല്ലെ, അബാക്കസ് നമ്മൾ നോക്കി, പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഇനി ഒരു ഇമെയിൽ ഇന്റഗ്രേഷന്റെ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ ഉള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ എനിക്ക് വന്നിരിക്കുന്ന ഒരു മെയിലാണ് ലിങ്ക്ഡിനിൽ നിന്ന്. എനിക്ക് റിപ്ലൈ കൊടുക്കണം. റൈറ്റ് യുവർ റിപ്ലൈ ടു ജനറേറ്റ് വിത്ത് AI. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡിൽ കണ്ടോ, ഇവിടെ കണ്ടോ പ്രോംപ്റ്റും അവർ തന്നെ, അതായത് AI തന്നെ പ്രോംപ്റ്റ് കൊടുക്കും. നമ്മളൊന്നും പറഞ്ഞില്ല, AI തന്നെ പ്രോംപ്റ്റ് കൊടുക്കും. എന്താണ്? റെസ്പോണ്ട് ടു ദീസ് മാറ്റേഴ്സ് ആൾട്ടർനേറ്റീവ്ലി, അഫർമേറ്റീവ്ലി, എക്സ്പ്രസിങ് യുവർ ഇൻട്രസ്റ്റ്. അപ്പോൾ വന്ന മെയിലിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് വന്നാണ്. ഇത് സെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സെൻഡ് ചെയ്ത് പോകും. ഇതേപോലെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇത് 90% അല്ലെങ്കിൽ 100% കറക്റ്റ് ആവണമെന്നില്ല, നമുക്ക് മോഡിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പ്രസന്റേഷൻ എടുത്തു. പ്രസന്റേഷനിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ ചാറ്റ് GPT? ഇവിടെ കാണുന്നുണ്ട് വലത്തും മേലെ ചാറ്റ് GPT പവർ പോയിന്റ്. ഇതൊരു പ്ലഗിനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആഡ് ഇൻ എന്ന് പറയും. പവർ പോയിന്റ് എക്സലും പവർ പോയിന്റ് ഒക്കെ യൂസ് ചെയ്തവർക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ചാറ്റ് GPT ഇന്റഗ്രേറ്റഡ് ആണ് ഇപ്പൊ വരുന്നത്. വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിന്റ് ആയാലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പറഞ്ഞത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ മനസ്സിലാക്കി തരാം. ഇൻ വീഡിയോ നമ്മൾ വലിയ നമുക്ക് കയറിയോ അറിയില്ല, എനിക്കത് നോക്കാൻ പറ്റുന്നില്ല. ഇൻ വീഡിയോ AI കാണുന്നുണ്ടോ? സമയത്ത് സൈൻ ഇൻ കൊടുക്കണം, അല്ലെങ്കിൽ വേണ്ടി വരില്ല. ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇൻട്രൊഡക്ഷൻ ഓഫ് AI കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ. എന്താ ഷോർട്ടിനാണോ, എക്സ്പ്ലനേഷൻ ആണോ, ആനിമേറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷോർട്ട്, ചെറിയ വീഡിയോ എന്നുള്ള ഉദ്ദേശിച്ചാണ് പറയുന്നത്.
intro. ഫ്രീ വേർഷൻ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അത് പ്രിപ്പയർഡ് ആവട്ടെ, നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം. അല്പ സമയം എടുക്കും. വെബ്സൈറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ കാണിച്ചത്, അതായത് നമ്മൾ എന്താ പറയാ, മൈക്രോസോഫ്റ്റ് ആകുമ്പോൾ അതിന്റെ മൈക്രോസോഫ്റ്റിന്റെ എക്സ്റ്റൻഷൻ ഇത് ക്രോമിന്റെ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് എക്സ്റ്റൻഷൻ ഉണ്ട്. വെബ് ചാറ്റ് GPT എന്ന് പറയും. നമുക്ക് ചാറ്റ് GPTയുടെ എല്ലാ ഫംഗ്ഷനും ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വെബ് ചാറ്റ് GPT എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ്. ഞാനിവിടെ അതിന് പകരം ക്രോം എക്സ്റ്റൻഷൻസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് എക്സ്റ്റൻഷനുകൾ കാണാം കേട്ടോ. ഒരുപാട് എക്സ്റ്റൻഷൻസ് കാണാം. നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. ഓരോ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എവർ നോട്ട് എന്നൊക്കെ പറയുന്ന നോട്ട് എഴുതാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഒരു ടൂള്. വെബ് ചാറ്റ് GPT നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നീട് നോക്കാം. കൊടുക്കണ്ടോ? ഇവിടെ ഇൻ വീഡിയോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം. റിയലിസ്റ്റിക് വേണോ, ആനിമേഷൻ വേണോ? അപ്പോൾ റിയലിസ്റ്റിക് 30 സെക്കൻഡ് വേണമെങ്കിൽ 30 സെക്കൻഡ് കൊടുക്കാം. യൂട്യൂബ് ഷോർട്ട് വേണമെങ്കിൽ യൂട്യൂബ് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ആണെങ്കിൽ അത് കൊടുക്കാം. ഞാൻ യൂട്യൂബ് ഷോർട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ വീണ്ടും എനിക്ക് പണി കിട്ടി. എന്താ പറയാ, ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എൻ്റെ ഫ്രീ വേർഷൻ കഴിഞ്ഞു. വേണ്ടി അതേപോലെ എല്ലാം കൊടുക്കേണ്ടി വരും. പുതിയ ജിമെയിലിൽ ടോപ്പിക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും അത് തന്നെ കൊടുക്കും. അതാണ്
ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും. അതവിടെ നടക്കട്ടെ. നോക്കാം. ഇനി നമുക്ക് യൂട്യൂബ് ചാനലിനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനമുണ്ട്. സ്ഥാപനത്തിന് പേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള പേര് വേണം. ഇപ്പൊ ഈ ട്രേഡ് മാർക്കിന്റെ ഒക്കെ പ്രോബ്ലം വരുന്നതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു പേര് വേണമെങ്കിൽ പറ്റുന്ന ഒരു AI സൈറ്റാണ് നൈംലിക്സ്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. നൈംലിക്സ് എന്ന് അതിന് പറയാം. ഇവിടെ നമുക്ക് കീവേഡ് കൊടുക്കാം. അബാക്കസ് എന്നതിനെ കൊടുക്കാം. കോമ്പൗണ്ട് വേർഡ് വേണോ, ഓട്ടോ ആയിട്ട് വേണം? അപ്പൊ നമ്മൾ ഓട്ടോ പറയാം. ഓട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ആയിട്ട് വരും. യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും എന്താ ഡിജിറ്റൽ അബാക്കസ് ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ അബാക്കസ് AI വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് വരും. ഞാനിപ്പോ ന്യൂമർ AI അബാക്കസ് എന്ന് കൊടുത്തോണ്ടാണ്. വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കാര്യം. അബാക്കസിന് പകരം യൂട്യൂബ് ചാനൽ ഹലോ വിനോദ് സാർ. സാർ ഞാനൊന്ന് ലെഫ്റ്റ് ആവാണ്. Okay. See you again. ഓക്കെ, താങ്ക് യു. റെക്കോർഡിംഗ് തരാം, പേടിക്കണ്ട. ഓക്കെ. അനിയത്തിക്ക് ഓൺലൈനിൽ മദ്രസ ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പൊ ഉമ്മ വീട്ടിലില്ല, ഹോസ്പിറ്റലാണ്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. ലീവ് ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ നമുക്ക് നിരവധി നമ്മുടെ ഏതാണ് നിഷ അതനുസരിച്ച് നമുക്ക് മാറ്റി കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, മറ്റേത് എന്തായാലും നോക്കാം. റിയലിസ്റ്റിക് കൊടുക്കുന്നു, 30 സെക്കൻഡ് കൊടുക്കുന്നു, യൂട്യൂബ് ഷോർട്ട് കൊടുക്കുന്നു. കണ്ടിന്യൂ ആയി. ശരി. അത് ജനറേറ്റ് ചെയ്ത് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നൈംലിക്സിനെ കുറിച്ച്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. QR കോഡ് ജനറേറ്റർ. ഇത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റോ
അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്കോ എന്ത് വേണമെങ്കിലും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് അതിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. അതാരണ്ടൊക്കെ ക്യാൻവയിൽ എഡിറ്റിങ്ങിന് പറഞ്ഞു, ക്യാൻവയിൽ എഡിറ്റ് ചെയ്താണ് ഈ വീഡിയോ കേട്ടോ. കണ്ടിട്ടില്ലാതെ ഒന്ന് കണ്ടോളൂ. എഡിറ്റിംഗ് ഞാൻ എഡിറ്റിംഗിൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ചെയ്യുന്ന സിൻഡോയും ഒക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ URL എൻ്റെ വീഡിയോയുടെ കൊടുത്തു. നമുക്ക് സ്റ്റൈൽ മാറ്റാം. നീല കളർ വേണേൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇവിടെ QR കോഡ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അതിന് QR കോഡ് generator.com എന്നാണ് സൈറ്റിന്റെ പേര് കേട്ടോ. മനസ്സിലായിരിക്കുന്നു. വീഡിയോ ലോഡ് ആയിട്ടില്ല ഇതുവരെ, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഫ്രീ ആയതുകൊണ്ട് താമസം. ഇനി നമ്മൾ ഒരു ഫോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ നമുക്ക് പിന്നീട് പറയാം. ഫോട്ടോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് remove.bg. remove.bg ഫ്രീ ആയിട്ട് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി ചെയ്യേണ്ട സംഭവം ഇത്. നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ അല്ലേ? മിനോ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമുക്ക് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? remove.bg അതിന്റെ പേര് കേട്ടോ. വിനോദ് സാറെ, ലോഗോ മേക്കിങ്ങിന് ഇതുണ്ടാവുമല്ലോ, ലോഗോ ലോഗോ ചെയ്യാനുണ്ടല്ലോ. ലോഗോ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് വേണമെങ്കിൽ പറയാം. ഐഡിയോഗ്രാം എന്ന് പറയുന്ന ടൂൾ ഒരു ഇമേജ് ക്രിയേഷൻ ടൂളാണ്. നമ്മൾ ഇതുവഴി നമുക്ക് ലോഗിൻ ചെയ്യും. നമ്മൾ ഓൾറെഡി 21 days ചലഞ്ചിൽ നമ്മൾ പറഞ്ഞിരുന്നു, സാറ് മറന്നുപോയി അല്ലേ? ഇതിൽ നിന്നായതുകൊണ്ട് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പ്രകൃതിയിലേക്ക് വരാം.
ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്താൽ പ്രോംപ്റ്റ് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് എ ലോഗോ ഒരു സബ്ജക്ട് പറയും സർ. എന്തിനെ കുറിച്ചുള്ള ലോഗോയാ വേണ്ടേ? സാറ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? കൺസൾട്ടിംഗ് ഫേം. ആ, ഏതാണ് കൺസൾട്ടിംഗ് ഫേമിന്റെ പേര്? വെറുതെ CP അസോസിയേറ്റ്സ് ഇട്ടോ. CP അസോസിയേറ്റ്സ്. CP. CP അസോസിയേറ്റ്സ്. എന്തുകൊണ്ട് റിലേറ്റഡ് ആണ്? ടാക്സ് അല്ലേ? ടാക്സ് കൺസൾട്ടൻസി തന്നെ. ടാക്സ് കൺസൾട്ടൻസി. അക്കൗണ്ടിങ് കൺസൾട്ടൻസി അല്ലേ? അക്കൗണ്ടിങ് ഇവിടെ കുറച്ച് ഇതുണ്ട്. മാജിക് ഫോണ്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വിസിബിലിറ്റി ആണോ, അതേപോലെ ആസ്പിറിംഗ് റേഷ്യോ പറയുന്നുണ്ട്. നമ്മൾ 16:9 നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 9 വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ സ്ക്വയർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സ്ക്വയർ കൊടുക്കുക. റേറ്റ് കുറവാണെന്ന് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുകൂടെ കൊടുത്തു നോക്കാം. വേറെ ID create a logo adding CP associate അല്ലേ? നമ്മൾ സിൻഡോയുടെ ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ സിൻഡോ ഒക്കെ ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ര സൊല്യൂഷനിലേക്ക് ചെയ്തു. Relating tax and accounting tax. പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെർട്ടഡ് കോമിൽ കൊടുത്തത്. 25 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫ്രീ ആയതുകൊണ്ടേ. നമ്മൾ നേരത്തെ ഇൻ വീഡിയോ പറഞ്ഞത്, ഇൻ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് 30 സെക്കൻഡ് വീഡിയോ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പ്രകാരം. കണ്ടോണേ, ഇതിന്റെ വോളിയം കൂട്ടും. Imagine a world where your devices understand you and make decisions to help you go out. That's AI working behind the scenes. Welcome to the future, folks. Embrace the AI revolution. കണ്ടോ? നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു. എയുടെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ?
അതിന്റെ ഇത് എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട്, പിക്ചർ, അതേപോലെ തന്നെ വോയിസ്, അതിന്റെ നറേഷൻ എല്ലാം അത് തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് ഐഡിഗ്രാമിലേക്ക് തിരിച്ചു ലോഗോ വന്നു. നോക്കട്ടെ. ദേ വന്നു, ദേ ഇവിടെ താഴെ കണ്ടോ CP അസോസിയേറ്റ് കണ്ടോ? ഇത് നമ്മളുടെ ഭാവനയെ നമ്മളുടെ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഞാൻ കൊടുത്തത് ഇങ്ങനെയാണ്, CP അസോസിയേറ്റ്സ് ടാക്സ് ആൻഡ് കൺസൾട്ടൻസി. അപ്പൊ അതുകൊണ്ട് അത് മാത്രമേ വന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഐഡിയയിൽ ഇതൊക്കെ ഇവര് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തതാണ്. പിക്ചർ ഇമേജ് ക്രിയേഷൻ ടൂളാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇമേജ് ക്രിയേറ്റ് ഫ്ലോർ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ എന്തൊക്കെ ചെയ്യാണ്. ഇനി സൈഡ് ഹസിൽസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ സൈഡ് ഹസിൽസ്, വരുമാന മാർഗം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അത് ഉപയോഗിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് നേരത്തെ നമ്മളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾ ഒട്ടനവധി ഉണ്ട്. ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ ചിലത് പെയ്ഡാണ്. പെയ്ഡാകുമ്പോൾ നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ കിട്ടും. ലിയനാർഡോ AI എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതേപോലെ തന്നെ ഈ ഐഡിയോഗ്രാമിൽ നമുക്ക് ചെയ്യാം, ബിങ്ങിൽ ചെയ്യാം. അതുപോലെ മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് എന്ന് പറയും, ബിങ്ങിന്റെ തന്നെ ഭാഗം, അതായത് മൈക്രോസോഫ്റ്റിന്റെ ഭാഗമാണ്. കോപ്പൈലറ്റ് ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ഒട്ടനവധി ടൂളുകളുണ്ട്. അതുപോലെ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചർ, ഇപ്പൊ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം സാറി ചോദിച്ചു. നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മളിപ്പോ എന്താ പറയാ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന അത്രയും ഇത് വരില്ല എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊരു സർവീസ് ആയിട്ട് വേണമെങ്കിൽ മറ്റുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതൊരു വരുമാന മാർഗമാക്കാൻ കഴിയും. പിന്നെ നമ്മളിപ്പോ വീഡിയോ ക്രിയേഷൻ നടത്തും, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി വരുമാനം ഉണ്ടാക്കാം. പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊരു വിഭാഗമുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ. അതിൻ്റെതായ സാധ്യതകളാണ്. വരുന്ന ചാലഞ്ചസും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് നമ്മളിപ്പോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇനി ഞാൻ ആ വീഡിയോ പ്രസന്റേഷൻ ഒന്നും ഷെയർ ചെയ്യാം. ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. കുറച്ചുപേരൊക്കെ ഇത് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. എന്ന് പറയുമ്പോൾ നമ്മള് 2 പ്രോഗ്രാമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സും 3 മാസത്തെ. അതിന് നമുക്ക് പറയുന്ന 25 ടൂള്, നമ്മളിപ്പോ ഏകദേശം ഒരു 10ഓളം ടൂള് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് നമുക്കൊരു 25 ടൂള് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിരിക്കും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ കേട്ടുവന്നേ ഉള്ളൂ. കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്യണം. ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ പ്രിന്റ് നോട്ടോ അല്ലെങ്കിൽ PDF അല്ലെങ്കിൽ ഈ ബുക്കായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. 3 മാസത്തെ കോഴ്സാണ്. ഇതിന് നമുക്ക് 6 മാസം വരെ നമുക്ക് ബാക്കപ്പും അതുപോലെ തന്നെ മെന്റർഷിപ്പും ഒക്കെ ഉണ്ടാവും. ഇതിന് നമ്മൾ ബോണസായിട്ട് നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, അതായത് നമുക്ക് ഫേസ്ബുക്ക് ആഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ക്യാൻവയുടെ ബേസിക്, ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു ബേസിക് ഉണ്ടാവും. ഇതും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അതുപോലെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂളുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിലും പറഞ്ഞു തരും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വീണ്ടും കൊണ്ടുപോലെ നന്നായിട്ട്, അതായത് AI ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതും നമുക്ക് ബോണസ് ആയിട്ട്. അതാണ് ഫസ്റ്റ് കോഴ്സ്.
ഇതിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് 4,999 ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് 490. ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് 499 ഉണ്ട്. 31-ാം തീയതിക്കുള്ളിൽ നമ്മൾ വീണ്ടും ഒരു ഓഫർ ഉണ്ട്. അതായത് 1,990, അതായത് 1,999 അടച്ചു കഴിഞ്ഞാൽ ഡിസംബർ 31-നുള്ളിൽ ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ ഫീ ജനുവരിയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4,999 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ മെന്റർഷിപ്പ് കൊണ്ട് വാട്സപ്പ് ത്രൂ നമുക്ക് സെറ്റിങ്സ് കിട്ടും. അത് എക്സ്റ്റെൻഡ് ചെയ്യാം, അതൊരു വിഷയമുള്ള കാര്യമാണ്. അതാണ് സർട്ടിഫിക്കറ്റ് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സാണ്. ഇതിനകത്ത് നമ്മൾ 100 ടൂൾസ് ആണ് നമ്മൾ, അതുപോലെ പ്രാക്ടിക്കലും ഉണ്ടാവും. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പറഞ്ഞ പോലെ തന്നെ ബോണസും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ അതേ ബോണസ് ഉണ്ട്. അത് കൂടാണ്ട് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു മാസ്റ്ററി നമുക്ക് കിട്ടുന്നതാണ്. ഇതിനകത്തും ഫ്രീ ഓൺലൈൻ മെന്റർഷിപ്പ് ഫോർ 1 ഇയർ കിട്ടും. അതല്ലാതെ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ വഴി ക്ലിയർ ചെയ്യാൻ കഴിയും. ഇതിന് നമ്മൾ 22,500 ഈ 6 മാസത്തെ കോഴ്സിന് വാങ്ങുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ രാജാ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് കിട്ടും. ഇത് രണ്ടിനും നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഓക്കെ, നമ്മള് ഭാവിയിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷനൊക്കെ വരുമ്പോഴുള്ള ഇതാണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമൊക്കെ വരും, LMS ഒക്കെ ഉണ്ടാവും. ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ രാജാ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചോളൂ. താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളോട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ്. രാജാ സാർ വൈൻഡപ്പ് ചെയ്തു. ഇന്ന് ജോയിൻ ചെയ്യുന്നവർ 499 അപ്പൊ എത്ര മന്ത് കോഴ്സാണ്? അത് നമ്മളുടെ ബേസിക് കോഴ്സാണ്, പ്രോഗ്രാമാണ്. നമുക്ക് ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 499 ചെയ്യാം. അത് കഴിഞ്ഞ് 31-ാം തീയതിക്കുള്ളിൽ 1,999. ജനുവരിയിലാണ് എങ്കിൽ 9,900. കോഴ്സ് എല്ലാം 3 മാസം, 6 മാസം സപ്പോർട്ട്. 6 മാസം 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. അത് നമ്മള് ഫിക്സ് ആയിട്ടില്ല. അതുപോലെ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് ബേസിസും മാസ്റ്റർ സെപ്പറേറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ ChatGPT മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ InVideo മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൂൾ മാത്രം. ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതും ചെയ്യാം. അപ്പൊ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കണം, അപ്പൊ ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചതാണ്. കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ എന്താ പറയാ, ഇത് ലോഗോ അങ്ങനെയല്ലേ വരിക, കുറെ കൂടെ നല്ല ക്ലിയർ ആയിട്ട് വരും. ഓക്കെ സാർ, അപ്പൊ എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കിപ്പോ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ 1-ാം തീയതിക്ക്, അതായത് 31-ന് ശേഷം ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. മുൻകൂട്ടി അഡ്മിഷൻ എടുത്തു വെക്കാം അല്ലെ? അതെ, മുൻകൂട്ടി അഡ്മിഷൻ എടുത്തു വെക്കാം. നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ഇത് നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ? കേട്ടില്ല. ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പറ്റുമോ? തീർച്ചയായും ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പറ്റും. പക്ഷെ പിന്നെ നമ്മള് 5 AM ക്ലബിന് നമുക്ക് ഒരു കൺസൾട്ടേഷൻ തരാൻ കുഴപ്പമില്ല. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോളൂ. അല്ല, ഉമ്മുസലീം ചോദിക്കുന്നത് ഈ ഫ്രണ്ട്സിന് ഈ 499 നടക്കുമെന്നാ ചോദിക്കണം. നടക്കും. മുസ്ലിം വഴിയല്ല നടത്താൻ നമുക്ക്. ഇന്ന് മാത്രം, നടത്താം. ഇന്ന് മാത്രം 31-ാം തീയതി വരെ ഇവിടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കണം. എന്നാ ഞാനൊരു അഡ്മിഷനെ ബുക്ക് ചെയ്ത് രാജാ
അല്ലേ പറയണ്ടേ? രാജാ സാറിന്റെ ഒരു പിന്നെ GPay നമ്പർ തരാം, അതിലേക്ക് ഇട്ടോളൂ. ഏതെങ്കിലും ഓക്കെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ അവരോടും പറഞ്ഞോളൂ. എന്നിട്ട് അവർക്ക് GPay നമ്പർ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ആ ശരി. താങ്ക് യു. താങ്ക് യു. സാർ വൈൻഡപ്പ് ചെയ്തോളൂ സാർ. താങ്ക് യു. വിനോദ് സാറ് വളരെയധികം വിലപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചത്. ഇപ്പോ ചില ആൾക്കാർക്ക് മൊബൈലില് ഇപ്പൊ നമ്മുടെ ക്ലാസ് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതും ഒരു അറിവ് കുറവിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് തന്നു കഴിഞ്ഞാൽ അതിൽ കയറാനായിട്ട് പറ്റും, പാസ്വേഡ് ID കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ പഠനത്തിന്റെ കുറവാണത്. അപ്പൊ കുറച്ചുകൂടി പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ AI-യുടെ പ്രാധാന്യം വന്നിട്ടുള്ളത്. ഇപ്പൊ ഓരോ സബ്ജക്റ്റ് വയസ്സ് നോക്കുകയാണെങ്കിലും നമുക്ക് AI-യിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സാറ് പറഞ്ഞത്. അപ്പൊ സാറ് ഇതിന്റെ സാമ്പിള് മാത്രമാണ് തന്നിട്ടുള്ളൂ, അപ്പൊ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ എനിക്കും യോഗയില് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ല ചെറിയൊരു സമയം കൊണ്ട് ഇത്രയും വലിയൊരു ക്ലാസ് എടുത്തിട്ടുള്ള നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള വിനോദ് സാറിന് ഞാൻ നന്ദി പറയാം. അതുപോലെ ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് മറ്റുള്ള ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓഫറാണ് Thank you, sir. 9999. അപ്പൊ നമ്മളത് 3 ദിവസത്തേക്ക് കിട്ടിക്കുക. അപ്പൊ 31-ാം തീയതി വരെ നമുക്ക് 1999. ശരിക്കും കോഴ്സ് ഫീസ് 4999 ആണ്. അതെല്ലാത്തിനും 3 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ. അതുപോലെ സപ്പോർട്ടിങ് 6 മാസം സപ്പോർട്ടിങ്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു AI എക്സ്പെർട്ട് ആയിട്ട് മാറും. പിന്നെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അതാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് വിസ്തരിച്ച് പോയിന്റ് പഠിക്കാനായിട്ടുണ്ട്. അത് 6 മാസത്തെ ക്ലാസ്സാണ്. അപ്പൊ അതിന് ഇത്തിരി ഭാരിച്ച ചെലവ് വരും. പക്ഷെ ബേസിക് ആയിട്ടുള്ളത് പഠിച്ചെടുത്തിട്ട് വേണം അത് പഠിക്കാനായിട്ട്. അപ്പൊ ഡിപ്ലോമ കോഴ്സില് എല്ലാം പെടും, 6 മാസം കൊണ്ട് എല്ലാം പെടും. ഈ 3 മാസത്തെ നമ്മള് ഇതിലൊരു എക്സ്പെർട്ട് ആവാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ വരുമാനം കൂട്ടാനും ഇതിനെല്ലാത്തിനും കഴിയും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി തരാം. ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ അതോ നാളെ മറ്റന്നും കൂടി ഉണ്ടോ? ആദ്യത്തെ ക്ലാസ് നമുക്ക് ഓഫർ തരാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വിനോദ് സർ. താങ്ക് യു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. എല്ലാവരും ഗ്രൂപ്പുകളിൽ ചേരുക. ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. Damn.